ലോർഡ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കടക്കാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരിക്കും പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അത് വളരെ അനുഗ്രഹിതമായ ഒരു നല്ല തിരുവെഴുത്താണ് ഇന്ന് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. ഇന്നിന്റെ പകല് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. അത് ഞാനൊരു സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. അത് ഞാനൊരു അനുഗ്രഹത്തെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ തന്നെ നമ്മുടെ വായി കൊണ്ട് നമ്മുടെ സമൃദ്ധിയെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയാനായിട്ട് തയ്യാറാകണം. നിരാശ കണ്ട്, ഭാരം കണ്ട്, നെഗറ്റീവ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അടുത്ത കാലഘട്ടത്തിലേക്ക് ഞാൻ നന്മ അനുഭവിക്കുമെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ ഇങ്ങനാണ് വചനം പറയുന്നത്. ഞാൻ എൻ്റെ ജനമായി ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. അതെ, എൻ്റെ ജനമായി, എൻ്റെ ജനത്തെക്കുറിച്ച് മറ്റാരുമല്ല തീരുമാനിക്കും. നീയും ഞാനും ദൈവത്തിന്റെ ജനമായതുകൊണ്ട് ദൈവം പറയുന്നു, നിന്നെക്കുറിച്ച് വിലപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് മനുഷ്യനല്ല, നീയല്ല, ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്. അതേ പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ പിശാചോ മറ്റു മനുഷ്യരോ ഒന്നുമല്ല നമ്മളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. അതെ, ദൈവമാണ് നമ്മളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. അതെ, ദൈവം നമ്മളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ഇന്നത്തെ പകലിൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം എൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതെ, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം തീരുമാനിക്കാൻ വേണ്ടി പോകുന്നു. അതെ, ദൈവം നിന്റെ വിഷയം ദൈവത്തിന്റെ വിഷയമായി ദൈവം മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ജനമായി ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. കണ്ടോ, ഇവിടെ പറയുന്നു പ്രവാസികളെ മടക്കി വരുത്തുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? പ്രവാസത്തിലേക്ക് പോയ, അന്യമായി പോയ, പ്രവാസികൾ എന്ന് പറയുന്നത് സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുന്നവരെ പ്രവാസികൾ എന്ന് നാം പറയാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, അവർക്ക് അർഹിക്കപ്പെട്ട ഒരു മേഖലകൾക്കകത്തല്ല അവരിപ്പോൾ കിടക്കുന്നത്. അവർ അർഹിക്കപ്പെട്ട, ചിലപ്പോൾ നിങ്ങൾ അർഹിക്കപ്പെട്ട ഒരു ജോലി ആയിരിക്കത്തില്ല ചെയ്യുന്നത്, നിങ്ങൾ അർഹിക്കപ്പെട്ട മറ്റൊരു കാര്യത്തിലും ആയിരിക്കത്തില്ല നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പറയുന്നു, അവർ അർഹിക്കാത്ത, ഇല്ലെങ്കിൽ അവർ അർഹിക്കുന്നതൊന്നും ലഭ്യമാകാത്ത, മറ്റവിടെ പ്രവാസം എന്നതുപോലെ, പ്രവാസത്തിലായിരിക്കുന്നത് പോലെ, വേറെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് അവർ നിൽക്കുമ്പോൾ ചിലർ പറയും, ഞാൻ പഠിച്ചതിനൊത്തവണ്ണം അല്ല എനിക്ക് ജോലി കിട്ടിയത്, ഞാൻ ഈ ഒരു കാര്യമല്ല ആഗ്രഹിച്ചിരുന്നത്, ഞാൻ ഇങ്ങനെ ഒരു വിവാഹമല്ല ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് എല്ലാവരുടെയും വിഷയങ്ങൾ പലതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും പലതാണ്. ഇവിടെ ഇങ്ങനെയാണെന്ന് വായിച്ചത്, ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. അപ്പൊ എവിടേക്കാണോ നിങ്ങൾ സ്വന്തമല്ലാത്ത ഇടത്ത് താമസിക്കുക, സ്വന്തമല്ലാത്ത ഇടങ്ങളിൽ നിൽക്കുന്നത്, സ്വന്തമല്ലാത്ത അനുഭവത്തിനകത്തൂടെ സഞ്ചരിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ അങ്ങനെയുള്ളവരെ മടക്കി വരുത്താൻ വേണ്ടി പോകുകയാണ്. അത് നിങ്ങളുടെ പ്രവാസ കാലഘട്ടത്തിന് ഒരു അതിരിടാൻ വേണ്ടി ദൈവം പോകുകയാണ്. അത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രവാസം പോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർ, ആരുമില്ലാത്ത, സ്വന്തമല്ലാത്ത മേഖലകൾക്കകത്ത് നിൽക്കുന്നവർ, നിരാശപ്പെടുന്നവരോട് ദൈവം പറയുന്നു, നിങ്ങൾ പ്രവാസത്തിന്റെ കാലഘട്ടത്തെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് പറയാ, അവരെ ഞാൻ മടക്കി വരുത്തും. അപ്പോൾ ദൈവത്തിന്റെ ജനം പ്രവാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനവും പ്രവാസ ജീവിതം നയിക്കേണ്ടി വരും. ഒറ്റപ്പെട്ട ജീവിതത്തിനകത്തേക്ക്, ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ഒക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് ദൈവത്തിന്റെ ജനമാണ് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കാൻ നമ്മുടെ റിയൽ ലൈഫിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ റിയൽ ലൈഫിനെ തന്നെയാണ് ചില കാര്യങ്ങൾക്കകത്തേക്ക് പഠിപ്പിക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ജനമായി ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. എന്നിട്ട് പറയും, ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും, ശൂന്യമായി പോയ പട്ടണങ്ങൾ അവയിൽ നിങ്ങൾ പാർക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്നിൻ്റെ സിറ്റുവേഷൻ്റെ നടുവിൽ അത് ശൂന്യമായി പോയി, അത് തീർന്നു പോയി, ഇനി അവിടെ താമസിക്കാൻ കഴിയത്തില്ല, ഇനി അവിടെ കഴിയാൻ നമുക്ക് സാധിക്കത്തില്ല എന്നൊക്കെ ഈ വചനത്തിന് മറ്റ് ചരിത്രപരമായ മറ്റ് ലീഗലിയുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും ആത്മാവ് എന്നെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ ദൈവം എനിക്ക് തന്നൊരു വചനമായതുകൊണ്ട് ഞാൻ ഈ തലത്തിൽ അതിന് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ശൂന്യമായിരിക്കുന്നു എന്ന് പറയുന്ന മേഖലകൾക്കകത്ത് നിങ്ങൾ വീണ്ടും പാർക്കാൻ വേണ്ടി പോകുകയാണ്. മാത്രമല്ല, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ
വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. തോട്ടങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഫലം നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ അത് അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നു, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും ചെയ്യും. അത് നിങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ നിങ്ങൾ പണിയാൻ വേണ്ടി പോകുക. ചിലതൊക്കെ നിങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പോകുകയാണ്. ചിലതൊക്കെ ദൈവം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുമാറ് ദൈവ സാഹചര്യങ്ങളെ തിരുത്താൻ വേണ്ടി പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായ ചില തീരുമാനങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു? അതെ, ഇങ്ങനെ പറയുന്നു, ഇസ്രയേലിന്റെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തും. അതെ, നമ്മുടെ പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് നമുക്കൊരു മടങ്ങി വരവ്. എവിടെ നിന്നാണോ നീ അന്യമായി പോയത് അവിടേക്കൊരു തിരിച്ചു വരവ്. എവിടെയാണോ നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത് അവിടേക്കൊരു തിരിച്ചു വരവ്. ആമേൻ. എവിടെയാണോ നിന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് ഇനി ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്നവരുടെ മുൻപ് ദൈവം പറയാ, നീ അതിൻ്റെ അകത്തേക്ക് ഒരിക്കൽ കൂടി കയറാൻ വേണ്ടി പോകുകയാണ്. ഒന്നുകൂടി നീ അതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്. അതേ പ്രിയരെ, സെക്കൻഡ്ലി ഇങ്ങനെയുള്ളൊരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഈ ദൂതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുക. ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കർത്താവിന് കൊണ്ടുവരാൻ മനസ്സുണ്ട്. ദൈവത്തിന് അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിൽ റിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രവാസികളെ, ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. അത് ദൈവത്തിന്റെ തീരുമാനമാണ്, അത് ദൈവത്തിന്റെ ആലോചനയാണ്. മനുഷ്യന്റെ തീരുമാനമല്ല. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിശാചിനും ദൈവിക തീരുമാനത്തിന് മുൻപിൽ മനുഷ്യനും പൈശാചികമായ തീരുമാനങ്ങളെല്ലാം അടഞ്ഞു പോകും. നമ്മുടെ ചിന്തനങ്ങൾ അടഞ്ഞു പോകും. കാരണം ദൈവമാണ് നമുക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത്. അതെ, വിശ്വസിക്കുക. ഈ വിഷയത്തിനകത്ത് ദൈവം തീരുമാനമെടുക്കാൻ വേണ്ടി പോകുകയാണ്. ഒരുപക്ഷെ കുടുംബജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ ഒരുപക്ഷെ കാണും. അവരോടും ദൈവം പറയുകയാണ്, നിങ്ങളല്ല തീരുമാനമെടുക്കുന്നത്, ആ വിഷയം സംബന്ധിച്ച് ദൈവം തീരുമാനമെടുക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനൊരു അനുഭവത്തെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ദൈവം അത് നമ്മുടെ മേൽ കൈമാറാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ വിലപ്പെട്ടതാണ്. ദൈവം നിങ്ങളെ മടക്കി വരുത്താൻ വേണ്ടി പോകുന്നു. അതേ, പ്രവാസത്തിൽ നിന്ന് നന്മയിലേക്ക്, ചിലതൊക്കെ നിങ്ങൾ ചെയ്ത് അതിൻ്റെ നന്മ അനുഭവിക്കുന്ന തലത്തിലേക്ക്, പ്രവാസത്തിൽ നിന്ന് നന്മയിലേക്ക് ദൈവം നിങ്ങളെ മടക്കി വരുത്താൻ വേണ്ടി പോകുന്നു. അതെ, ഇന്നിന്റെ പകൽ അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് ചേർന്ന് ആമേൻ പറയാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധനെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് കേട്ട തിരുവചനം ഞങ്ങളുടെ പ്രവാസങ്ങളെ മാറ്റുന്നതാണല്ലോ. അത് ദൈവത്തിന്റെ തീരുമാനമാണല്ലോ. മനുഷ്യനോ പൈശാചിക മണ്ഡലത്തിനോ ഒന്നും ഞങ്ങളുടെ വിഷയത്തിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങളെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുക. ഞങ്ങളുടെ പ്രവാസങ്ങളെ മാറ്റി നന്മയിലേക്ക്, തിരികെ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്ന അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.